നമസ്കാരം. ഓണക്കാലത്ത് വിലക്കയറ്റം നിയന്ത്രിക്കാൻ നടപടി തുടങ്ങിയതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് സംസ്ഥാന സർക്കാർ സജീവമായ ഇടപെടൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഓണക്കാലത്തെ ഭക്ഷ്യവിതരണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമായി ലക്ഷത്തിലധികം സൗജന്യ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യും. ഇതിനായി പണം അനുവദിച്ചു. 854 രൂപ ചെലവ് വരുന്ന 16 ഇനങ്ങളടങ്ങിയ കിറ്റുകൾ ആഗസ്റ്റ് 10 മുതൽ 20 വരെ വിതരണം ചെയ്യും. വിപണിയിലെ അരി വിലക്കയറ്റം നിയന്ത്രിക്കാൻ 1,65,932 മെട്രിക് ടൺ അരിയും 24,506 മെട്രിക് ടൺ ഗോതമ്പും ലഭ്യമാക്കും. മുൻഗണനേതര വിഭാഗത്തിലെ നീലക്കാർഡുകാർക്ക് 10.90 രൂപ നിരക്കിൽ 3 കിലോ അരിയും 8.70 രൂപ നിരക്കിൽ 2 കിലോ ഗോതമ്പും സ്പെഷ്യൽ ആനുകൂല്യമായി വിതരണം ചെയ്യും. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ഓഗസ്റ്റ് 8 മുതൽ 25 വരെ ഓണം മെഗാ ട്രേഡ് ഫെയറുകളും ഉണ്ടാകും. മറ്റ് 11 ജില്ലകളിൽ ഓഗസ്റ്റ് 16 മുതൽ 25 വരെ ഓണം ജില്ലാ ഫെയറുകളും 126 നിയമസഭാ മണ്ഡലങ്ങളിൽ ഓണം മാർക്കറ്റുകളും സംഘടിപ്പിക്കും. സർക്കാരിന്റെ 2 മാസത്തെ പ്രവർത്തന കാലയളവിൽ 448 കോടി രൂപ ഭക്ഷ്യവകുപ്പിനായി അനുവദിച്ചു. സൗജന്യ കിറ്റ് ഉൾപ്പെടെയുള്ള വിപണി ഇടപെടലിനായി 273 കോടി രൂപയും നെല്ല് സംഭരണ ബോണസായി 154 കോടി രൂപയും ഗതാഗത ചാർജ് ഇനത്തിൽ 20 കോടി രൂപയും നൽകി. വിപണിയിലെ വിലക്കയറ്റം തടയാൻ ജാഗ്രതയോടുകൂടി സർക്കാർ പ്രവർത്തിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒപ്പം പദ്ധതി നടത്തിപ്പുകൾ 5 പരിഷ്കാരങ്ങളാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പദ്ധതി നടത്തിപ്പ് വൈകുന്നത് മൂലം ഖജനാവിൽ നിന്നും കോടികൾ നഷ്ടമാകുന്നത് തടയാൻ പൊതുഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ 5 പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സർക്കാർ ഉടമസ്ഥതയിലുള്ള വസ്തുക്കൾ സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും ഉൾപ്പെടുത്തി സ്പെഷ്യൽ അസറ്റ് മാനേജ്മെന്റ് പോർട്ടൽ രൂപീകരിക്കും. പ്ലാൻ സ്പേസ് 2.0 എന്ന പ്രൊജക്ട് രജിസ്റ്റർ രൂപീകരിക്കും. വകുപ്പുകൾ അനുമതി നൽകുന്ന എല്ലാ മൂലധന പദ്ധതികളും ജിയോ ടാഗ് ചെയ്യും. GIS അധിഷ്ഠിത പ്രൊജക്ട് രജിസ്റ്റർ ഉണ്ടാക്കും. നിലവിൽ 2000ഓളം പദ്ധതികളുടെ ജിയോ മാപ്പിങ്ങിലൂടെയുള്ള ട്രാക്കിംഗ് നടത്തും. സർക്കാർ സ്ഥാപനങ്ങളുടെ സമഗ്രമായ അസറ്റ് രജിസ്റ്റർ രൂപീകരിക്കും. ആകെയുള്ള 591 സർക്കാർ സ്ഥാപനങ്ങളിൽ ശമ്പളമായി 19,000 കോടിയോളം രൂപയാണ് നൽകുന്നത്. പല കാലത്തായി രൂപീകരിച്ച സ്ഥാപനങ്ങൾ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കഴിഞ്ഞും പ്രവർത്തിക്കുന്നുണ്ട്. ഒരേ സ്വഭാവമുള്ള സ്ഥാപനങ്ങളെ ഏകോപിപ്പിക്കുകയും കാലഹരണപ്പെട്ടതും അനാവശ്യവും പരസ്പര വിരുദ്ധവുമായ നിയമങ്ങളുടെ അവലോകനവും ഭേദഗതിയും നടപ്പാക്കും. ഇതുമൂലം വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നതിന് തടസ്സമുണ്ടാകുന്നുണ്ട്. ഇതൊഴിവാക്കാനുള്ള സമഗ്രമായ പരിപാടിയാണിത്. മികച്ച ജീവിത സൗകര്യത്തിനും ബിസിനസ് സുഗമമാക്കുന്നതിനുമുള്ള പരിഷ്കരണം നടപ്പിലാക്കും. ബിസിനസ് നടത്താൻ കേരള സർക്കാരുമായി നടത്തുന്ന ഇടപെടലുകൾ ലളിതമാക്കാൻ നിയമങ്ങളും ചട്ടങ്ങളും ആധുനികവൽക്കരിക്കാൻ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് പദ്ധതി നടപ്പിലാക്കും. വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിനായി സെക്രട്ടറിമാരുടെ എംപവേർഡ് കമ്മിറ്റി രൂപീകരിക്കും. അധ്യാപകർ ലഹരിമരുന്ന് കേസിൽ അറസ്റ്റിലാകുന്നത് ഞെട്ടിക്കുന്നതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് ബ്രഹ്മോസ് എയറോസ്പേസിനെ 90 ഏക്കർ കൂടി DRDOയ്ക്ക് നൽകാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. കെൽട്രോണിന്റെ അംഗീകൃത മൂലധനം 35 കോടിയിൽ നിന്നും 60 കോടിയായി ഉയർത്തി. ലേബർ കോഡ് നടപ്പാക്കുന്നത് സംബന്ധിച്ച് തൊഴിലാളി യൂണിയനുകളുമായി ചർച്ച നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.